മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഒക്ടോബർ 26 തിരുസഭ നമ്മയോട് പറയുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അത് ഒരു ചർച്ചയാണ്. പുനരുത്ഥാനത്തിൽ എന്ത് സംഭവിക്കും? പുനരുത്ഥാനത്തിൽ വിവാഹം ചെയ്യുകയോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ച് അയാൾ 7 ഭാര്യമാരെ സ്വന്തമാക്കിയപ്പോൾ പുനരുത്ഥാനത്തിൽ അതിൽ ആരായിരിക്കും ആ മനുഷ്യൻ്റെ യഥാർത്ഥ ഭാര്യ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി പുനരുത്ഥാനത്തെക്കുറിച്ച് ഉള്ള ചിന്തയേക്കാൾ ഉപരിയായി ദൈവം ആരാണ്? ദൈവം മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും ദൈവമാണ്. ഈ ഒരു വലിയ സത്യം നമ്മൾ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പുനരുത്ഥാനത്തിൽ നമ്മൾ ഭൗതിക ശരീരം വെടിഞ്ഞ് ആത്മീയ ശരീരം ഉൾക്കൊള്ളും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരൂപി നമ്മിലേക്ക് കടന്നു വരികയും നമ്മൾ ജീവിക്കുന്നവരായി മാറുകയും ചെയ്യും. കർത്താവ് നമ്മോട് പറയുന്ന വചനം അത് നമുക്ക് നൽകുന്ന സൂചന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്ന, ജീവിക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മെ സ്വീകരിക്കുന്ന അരൂപി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. തീർച്ചയായും നമ്മുടെ വിശ്വാസം നമുക്ക് ഇന്നേ ദിവസം അരക്കെട്ടുറപ്പിക്കാം. പ്രസാദപരനാഥ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.